എന്താണ് ജിമെയിലിലെ കോൺഫിഡൻഷ്യൽ മോഡ്? ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കോൺഫിഡൻഷ്യൽ മോഡ് എന്ന് പറയുന്നത് ഇമെയിലുകൾ അയക്കുന്നതിന് ജിമെയിൽ നൽകുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ്. ഇതിലൂടെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് കൃത്യമായി ഇമെയിൽ അയക്കാനാവും. മാത്രമല്ല, ഇമെയിലിൻ്റെ എക്സ്പയറി നമുക്ക് സെറ്റ് ചെയ്യാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. കോൺഫിഡൻഷ്യൽ മോഡിൽ അയക്കുന്ന മെയിലുകളിലെ കണ്ടന്റുകൾ, അതായത് അറ്റാച്ച്മെൻറ്റായി അയക്കുന്ന ചിത്രങ്ങൾ, ഫയലുകൾ മുതലായവ റെസിപ്പിയൻറ്റിന് ഡൗൺലോഡ് ചെയ്യുവാനോ മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാനോ സാധിക്കില്ല. കൂടാതെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ മെയിൽ റെസിപ്പിയൻറ്റിൻ്റെ ഇൻബോക്സിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യും. ഇനി എങ്ങനെ നമുക്ക് ഒരു കോൺഫിഡൻഷ്യൽ ഇമെയിൽ അയക്കാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് സാധാരണ നമ്മൾ അയക്കുന്ന രീതിയിൽ ഒരു ഇമെയിൽ തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇവിടെ കമ്പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയ മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ അയക്കുന്നത് പോലെ തന്നെ ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഇവിടെ ഇമെയിൽ അയക്കാനുള്ള ആളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. താഴെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി താഴെയായി നമ്മുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്യുക. ഇനി താഴെയുള്ള അറ്റാച്ച് ഫയൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഇമേജും ഒരു PDF ഫയലും നമുക്ക് ഈ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ സെൻഡ് ബട്ടണ് നേരെയുള്ള ടേൺ കോൺഫിഡൻഷ്യൽ മോഡ് ഓൺ ഓർ ഓഫ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന കോൺഫിഡൻഷ്യൽ മോഡ് ഡയലോഗ് ബോക്സിൽ നമുക്ക് ഇവിടെ 1 ദിവസം മുതൽ 5 വർഷം വരെയുള്ള എക്സ്പയറി ഡേറ്റുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിനോട് നേരെ തന്നെ നമ്മുടെ മെയിലിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് കാണാനാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എക്സ്പയറി ഡേറ്റ് 1 ഡേ എന്നത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം റിക്വയർ പാസ്കോഡ് എന്നതിന് താഴെ നമുക്ക് 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നോ SMS പാസ്കോഡും SMS പാസ്കോഡും. ഇതിൽ SMS പാസ്കോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൽകുന്ന മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒരു SMS പാസ്കോഡ് നൽകിയാൽ മാത്രമേ റെസിപ്പിയൻറ്റിന് ഇമെയിൽ കാണാൻ സാധിക്കൂ. ഇവിടെ നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ മൊബൈൽ നമ്പറാണ് SMS പാസ്കോഡിനായി നൽകേണ്ടത്. SMS പാസ്കോഡിനെ പറ്റി വിശദമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. നമുക്കിപ്പോൾ നോ SMS പാസ്കോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സുകൾ സേവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇമെയിലിന് താഴെയായി കോൺഫിഡൻഷ്യൽ മോഡ് എനേബിൾ ആയിരിക്കുന്നതായി കാണാം. ഇതിന് നേരെയായുള്ള എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ വരുത്താവുന്നതാണ്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ മാറ്റങ്ങൾ നമ്മുടെ കണ്ടന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാം. ഇനി നമുക്ക് സെൻഡ് ചെയ്ത ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായി ഇവിടെ സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സെൻഡ് ചെയ്ത മെയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത ഇമെയിലാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് റിമൂവ് ആക്സസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് മെയിലിൻ്റെ എക്സ്പയറി ഡേറ്റിന് മുമ്പായി നമുക്ക് മെയിൽ റിമൂവ് ചെയ്യാനാകും. മാത്രമല്ല, പിന്നീട് ഈ റിന്യൂ ആക്സസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മെയിൽ ആക്സസ് വീണ്ടും എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇനി റെസിപ്പിയൻറ്റിൻ്റെ ഇൻബോക്സിൽ എങ്ങനെയാണ് നമ്മൾ അയച്ച ഇമെയിൽ കാണുന്നതെന്ന് നോക്കാം. ഇവിടെ റെസിപ്പിയൻറ്റിൻ്റെ ഇൻബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മൾ അയച്ച മെയിൽ ഇവിടെ റിസീവ് ചെയ്തിരിക്കുന്നതായി കാണാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അയച്ചിരിക്കുന്ന ഇമെയിൽ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ കണ്ടന്റുകൾ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാനോ കോപ്പി ചെയ്യാനോ സാധിക്കില്ല. മാത്രമല്ല, മറ്റുള്ള ഇമെയിലുകളിൽ കാണുന്നത് പോലുള്ള ഡൗൺലോഡ്, സേവ് ടു ഡ്രൈവ് ഓപ്ഷനുകൾ ഇമേജിലോ PDF ഫയലിലോ ലഭ്യമല്ല. കൂടാതെ ഇവിടെയുള്ള ഓപ്ഷനുകളും ഡിസേബിൾ ആയിരിക്കുന്നതായി കാണാം. ഇവിടെയുള്ള അതർ ഓപ്ഷനുകളിൽ നമുക്ക് ഫോർവേഡ് ഓപ്ഷനും ലഭ്യമായിരിക്കില്ല. ഇനി നമുക്ക് ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫയലുകൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ സാധാരണ രീതിയിൽ മെയിലുകളിൽ കാണുന്നത് പോലെ ഡൗൺലോഡ് ചെയ്യുന്നതിനോ പ്രിൻ്റ് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്നതിനോ ഉള്ള ഓപ്ഷനുകൾ ഉണ്ടായിരിക്കുകയില്ല. PDF ഫയലിലും അതുപോലെ തന്നെ ഈ ഓപ്ഷനുകൾ നമുക്ക് ലഭിക്കുന്നതല്ല. കോൺഫിഡൻഷ്യൽ മോഡ് എനേബിൾ ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫയലുകളുടെ സുരക്ഷ ഇത്തരത്തിൽ ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി എക്സ്പയറി ഡേറ്റിന് ശേഷം എങ്ങനെയായിരിക്കും റെസിപ്പിയൻറ്റിൻ്റെ ഇൻബോക്സിൽ ഈ ഇമെയിൽ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ
ഈ മെയിലിലെ കണ്ടന്റുകൾ റെസിപ്പിയൻറ്റിന് കാണാൻ സാധിക്കില്ല. ഇമെയിൽ എക്സ്പയർ ആയി എന്നുള്ളൊരു മെസ്സേജ് മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഇമെയിലിൻ്റെ സുരക്ഷിതത്വം സെറ്റ് ചെയ്ത് ഇമെയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ എങ്ങനെയാണ് കോൺഫിഡൻഷ്യൽ ഓപ്ഷനിൽ ഇമെയിൽ അയക്കുക എന്ന് നോക്കാം. ഇതിനായി കമ്പോസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള വെർട്ടിക്കൽ ഡോട്ട് മെനുവിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കോൺഫിഡൻഷ്യൽ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്യുക. ശേഷം താഴെ SMS പാസ്കോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പാസ്കോഡ് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള സേവ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിലും കോൺഫിഡൻഷ്യൽ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇമെയിൽ സെറ്റ് ചെയ്ത് നമുക്ക് റെസിപ്പിയൻറ്റിൻ്റെ ഇൻബോക്സിലേക്ക് ഇമെയിൽ അയക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.